ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പ്രോമിസ് ചെയ്ത പോലെ ഒരു ന്യൂമറോളജി സെഷനുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാനുണ്ട്. ഒരു 4 കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, നിങ്ങളെ ന്യൂമറോളജി പഠിപ്പിച്ച് ന്യൂമറോളജിസ്റ്റുകളാക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. മറിച്ച് നിങ്ങൾ വേറൊരാളോട് കൺസൾട്ടേഷന് പോയി കഴിഞ്ഞാൽ അവരെല്ലാം പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാതിരിക്കുക, അതിനുവേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം. നമ്പർ 2, നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം. ബിക്കോസ് ഞാൻ എല്ലാ പോയിൻറ്റ്സും ന്യൂമറോളജിയുടെ ടച്ച് ചെയ്തേ പോവുള്ളൂ. ആൻഡ് ന്യൂമറോളജി ഈസ് നോട്ട് റോക്കറ്റ് സയൻസ്. ഈസിയായിട്ട് എല്ലാവർക്കും പഠിക്കാവുന്നതേ ഉള്ളൂ. 3, ന്യൂമറോളജി അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരു എന്താ പറയുക, നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വരണം എന്ന് വിചാരിക്കുന്നു, അതിന് നിങ്ങൾ മെൻ്റലി ഒരു സയൻറ്റിഫിക് ഒരു പുഷ് കൊടുക്കുക. അത്രയേ ഉള്ളൂ ന്യൂമറോളജി കൊണ്ടുള്ള നിങ്ങളുടെ ഉദ്ദേശം. ആൻഡ് ഇനിയൊരു കാര്യം ഞാൻ പറയുന്നത്, ന്യൂമറോളജി ആണെങ്കിലും ആസ്ട്രോളജി ആണെങ്കിലും ഏതൊരു ശാസ്ത്രം, ഇതുപോലുള്ള നമ്മുടെ ശാസ്ത്രങ്ങൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കുകയാണെങ്കിലും ഏതൊന്നിനെയും അന്ധമായി മറ്റുള്ളവർ പറയുന്ന പോലെ മാത്രം വിശ്വസിക്കാതിരിക്കുക. സ്വന്തം തലച്ചോറ് കൂടി യൂസ് ചെയ്യുക. ഓക്കെ. അതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ആസ്ട്രോളജി ആൻഡ് ന്യൂമറോളജി ആർ 2 ഡിഫറെൻറ്റ് സയൻസസ്. രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക. ഓക്കെ, അപ്പോൾ തുടങ്ങാം. വാട്ട് ഈസ് ന്യൂമറോളജി? നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ സംഖ്യാശാസ്ത്രം. അതിൻ്റെ ഒരു വളരെ ലേമാൻ വേർഷൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ലോകത്തുള്ള എല്ലാം ഏതെങ്കിലും ഒക്കെ ഒരു സംഖ്യയുമായി വൈബ്രേറ്റ് ചെയ്യുന്നു, ഒരു സംഖ്യയുടെ വാല്യൂമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ ലെറ്റേഴ്സും ഈ ലോകത്തുള്ള നമ്മുടെ എലമെൻറ്റ്സ് എല്ലാം തന്നെ ഏതെങ്കിലും ഒരു സംഖ്യയുമായി വൈബ്രേറ്റ് ചെയ്യുന്നു എന്നാണ് ഈ ന്യൂമറോളജിയുടെ ഒരു അടിസ്ഥാന തത്വം. അപ്പോൾ ആ വൈബ്രേഷനിലേക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ലെറ്റേഴ്സുമായിട്ട് നമ്പേഴ്സുമായിട്ടും ആ വൈബ്രേഷനെ നമ്മൾ മാച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള ഗുഡ് തിങ്സ്, അവിടെ നിന്നുള്ള ബെനിഫിറ്റ്സ് നമുക്ക് റീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം. ഇതാണ് ഏറ്റവും ചുരുക്കം, ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂമറോളജി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ന്യൂമറോളജി എന്തിന്? ന്യൂമറോളജി എന്നല്ല ഒരു ശാസ്ത്രവും നിങ്ങൾ അന്ധമായി എന്താ പറയുക, നിങ്ങളുടെ ഒരു ലൈഫ് ത്രെറ്റനിങ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരു ശാസ്ത്രത്തിനെയും അമിതമായി അന്ധമായി വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും, ഓക്കെ ഇന്നത് ചെയ്താൽ ഇന്നത് വരും, നല്ലത് ചെയ്താൽ നല്ലത് കൊയ്യും എന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഓക്കെ ഞാൻ ഈ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു നല്ല ശാസ്ത്രത്തെ ഫോളോ ചെയ്യുന്നു, എനിക്ക് നന്മ ഉണ്ടാവും എന്നുള്ള അടിസ്ഥാനപരമായ ഒരു ബിലീഫാണ് ശരിക്കും ന്യൂമറോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയെ റൺ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ന്യൂമറോളജി ഫോളോ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും പറഞ്ഞു, വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ, ന്യൂമറോളജി ആൻഡ് ആസ്ട്രോളജി ആർ 2 ഡിഫറെൻറ്റ് തിങ്സ്. രണ്ടും 2 ശാസ്ത്രശാഖയാണ്. രണ്ടും തമ്മിൽ കൂട്ടിക്കുഴയ്ക്കരുത്. ഇനി എന്തെല്ലാം തരം ന്യൂമറോളജി ഉണ്ടെന്ന് നോക്കാം. 2 തരത്തിലുള്ള ന്യൂമറോളജിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ബേസിക്കലി ചാൾഡിയൻ ന്യൂമറോളജി ആൻഡ് പൈതഗോറിയൻ ന്യൂമറോളജി. സോ ചാൾഡിയൻ ന്യൂമറോളജിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ബാബിലോണിലാണ്. ആൻഡ് ഇതിനകത്ത് ഈ ഒരു രീതി എന്ന് പറയുന്നതാണ് ശരിക്കും നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത്. ഇത് പോപ്പുലർ ആവാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞില്ല ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കോൺസെപ്റ്റ് എന്താ, മാച്ചിങ് വൈബ്രേഷൻസ് എന്നുള്ളത് അല്ലേ. സോ ആ മാച്ചിങ് വൈബ്രേഷൻസ് എന്നുള്ള കോൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഈസിയായിട്ട് നമുക്ക് എന്താ പറയുക അത് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഒരു മെത്തേഡാണ് ചാൾഡിയൻ ന്യൂമറോളജി എന്ന് പറയുന്നത്. ആൻഡ് ഈ ചാൾഡിയൻ ന്യൂമറോളജിയിലുള്ള നമ്മൾ ലെറ്റേഴ്സിന്, അതായത് A to Z വരെയുള്ള നമ്പേഴ്സിൽ നമ്മൾ 1 to 8 അകത്തുള്ള വാല്യൂസാണ് കൊടുക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള നമ്പേഴ്സിനകത്താണ് ഈ A to Z വരെയുള്ള എല്ലാ ലെറ്റേഴ്സിനും നമ്മൾ വാല്യൂ കൊടുത്തിരിക്കുന്നത്. അതായത് 1 എന്നുള്ള വാല്യൂള്ള കുറേ അക്ഷരങ്ങളുണ്ടാവും, 2 എന്നുള്ള വാല്യൂള്ള കുറേ അക്ഷരങ്ങളുണ്ടാവും, അങ്ങനെ. ഇനി നെയിം കറക്ഷന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ചാൾഡിയനാണ്. പക്ഷേ ഓൺ ദ ഫ്ലിപ്പ് സൈഡ് പൈതഗോറിയൻ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റിലൊക്കെ ഒത്തിരി പോപ്പുലറാണ്.
ഈ പൈതഗോറിയൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ രീതിയിൽ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. സോ ചാൽഡിയൻ എത്രയായിരുന്നു? 1 മുതൽ 8 ആയിരുന്നു. ആൻഡ് ചാൽഡിയനിൽ നമ്പർ 9 കൺസിഡർ ചെയ്യുന്നത് ഒരു വളരെ സ്പിരിച്വൽ ആയിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ളൊരു നമ്പറായിട്ടാണ്. സോ അതുകൊണ്ട് 9 അവരെന്ത് ചെയ്തിട്ടില്ല, വാല്യൂ കൊടുത്തിട്ടില്ല. ആൻഡ് മോറോവർ കുറേയൊക്കെ റിലേറ്റീവ് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതും ചാൽഡിയൻ ന്യൂമറോളജി പ്രകാരമാണ്. ആൻഡ് പൈതഗോറിയനിൽ ഞാൻ പറഞ്ഞതുപോലെ 1 to 9 വരെയുള്ള വാല്യൂസാണ് A to Z വരെയുള്ള നമ്പേഴ്സിന് കൊടുക്കുന്നത്. അതായത് 1ൻ്റെ വാല്യൂള്ള കുറേ ലെറ്റേഴ്സ്, പിന്നെ 2, 3, 4 അങ്ങനെ 9ൻ്റെ വാല്യൂള്ള ലെറ്റേഴ്സും പൈതഗോറിയനിലുണ്ട്. സോ ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ചാൽഡിയൻ ആണ്. ആൻഡ് ചാൽഡിയൻ ആൻഡ് പൈതഗോറിയനിൽ ഈ ഒരു വ്യത്യാസമാണ്, അടിസ്ഥാന വ്യത്യാസം, ഈ നമ്പറിൻ്റെ വാല്യൂയിലുള്ള വ്യത്യാസം. ഇന്ത്യയിൽ കുറേയും കൂടിയും ചാൽഡിയനാന്ന് പറയാൻ കാര്യം, ഇവിടെ നമ്മൾ സ്പിരിച്വൽ ആംഗിൾ കുറേയും കൂടിയും ഡെവലപ്ഡ് ആണ് മറ്റ് കൺട്രീസിനേക്കാളും. ഇപ്പം നമ്മൾ വെസ്റ്റിലുള്ള ആൾക്കാരെല്ലാം സ്പിരിച്വാലിറ്റി പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തേടി ഇങ്ങോട്ടാണ് വരുന്നത്. അത് നമ്മൾ കുറേ കാണുന്നുണ്ട് അല്ലേ. സോ നമ്മളായിരുന്നു ശരിയെന്ന് കാലം തെളിയിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് മറ്റത് തെറ്റാണെന്നല്ല കേട്ടോ പറയുന്നത്. ഇനി ചാൽഡിയനിലെ നെയിം കറക്ഷനാണ് കുറേയും കൂടി ഈസി ആൻഡ് എഫക്റ്റീവ് എന്നും ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. ആൻഡ് ന്യൂമറോളജി ഒരു ബിലീഫ് സിസ്റ്റമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വേണ്ടെങ്കിൽ യു ആർ ഫ്രീ ടു നോട്ട് ബിലീവ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. സോ ന്യൂമറോളജിയിൽ നമ്മുടെ ലെസൺ 1 എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താണ്? ലോഷു ഗ്രിഡാണ്. ഓക്കെ, ലോഷു ഗ്രിഡ് ഇസ് നത്തിങ് ബട്ട് ഈ ന്യൂമറോളജിക്കൽ വേയിൽ നമ്മൾ നമ്പേഴ്സിന് ഒരു അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സോ ആ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ലോഷു ഗ്രിഡ് എന്ന് പറയാം. സോ അറേഞ്ച്മെൻറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ദിസ്. സോ ലോഷു ഗ്രിഡിൽ നമ്പേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇസ് ലൈക്ക് ദിസ്: 4, 9, 2, 3, 5, 7, 8, 1, 6. നിങ്ങൾ ചൈനീസ് ആസ്ട്രോളജി ഒക്കെ ഫോളോ ചെയ്യുന്ന, അല്ലെങ്കിൽ ചൈനീസ് ആസ്ട്രോളജി ഒക്കെ അറിയാവുന്ന ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അറേഞ്ച്മെൻറ്റ് നിങ്ങൾ മുമ്പേ കണ്ടിട്ടുണ്ടാവും അല്ലേ. സോ ദിസ് ഇസ് ലോഷു ഗ്രിഡ്. ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ഏത് നമ്പേഴ്സ് ആണെങ്കിലും ഒരു ലോഷു ഗ്രിഡിൻ്റെ മാതൃകയിൽ അറേഞ്ച് ചെയ്യുന്നത്. ഇനി ഒരു പ്രധാനപ്പെട്ട അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്, ഈ ലോഷു ഗ്രിഡിലെ ഓരോ നമ്പേഴ്സും റെപ്രസെൻറ്റ്സ് ഓരോ പ്ലാനറ്റ്സ്, അതായത് ഓരോ ഗ്രഹങ്ങളെയാണ് ഇത് കാണിക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, ആസ്ട്രോളജിയുമായിട്ട് ഇതിനെ കൂട്ടിക്കുഴയ്ക്കരുത്. ആൻഡ് നമ്പർ 4 റെപ്രസെൻറ്റ്സ് രാഹു. Number 9 represents Mars. Number 2 for Moon. Number 3 for Jupiter. Number 5 Mercury. Number 7 Ketu. Number 8 Saturn. Number 1 Sun. നമ്പർ 6 വീനസ്. ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾ സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ പേര്, അല്ലെങ്കിൽ നിങ്ങളും ലെറ്റേഴ്സും എവിടെയെല്ലാം വരുന്നു അവിടെ ഇംഗ്ലീഷ് ഭാഷയായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കുന്നത്. ബിക്കോസ് ഇപ്പോൾ നമുക്ക് ഒരുപാട് ഭാഷകളുണ്ട്, എല്ലാത്തിനെയും നമുക്ക് എല്ലാ ഭാഷയ്ക്കും അനുസരിച്ച് നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. നമ്മുടെ ലോകത്ത് ഒരുപാട് ഭാഷയുണ്ട് അല്ലേ. അപ്പോൾ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് നമ്മൾ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ്. സോ ഞാനിത് എഴുതിയിരിക്കുന്നുണ്ട്, നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഞാൻ ഇതിനെല്ലാം മലയാളത്തിലും പറഞ്ഞു തരാം. ഓക്കെ, രാഹു നമ്മുടെ രാഹു തന്നെയാണ്. ചൊവ്വ, ചന്ദ്രൻ, കേതു, ശുക്രൻ, രവി, ശനി, വ്യാഴം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ കേതുവും പിന്നെ രാഹു ഒക്കെ എവിടെ നിന്ന് വന്നു? രാഹു ഇസ് യുറാനസ്, കേതു ഇസ് നെപ്റ്റ്യൂൺ. ഇപ്പോൾ ബാക്കി ഗ്രഹങ്ങളെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? സോ ഇതാണ് ഒരു ബേസിക് അടിസ്ഥാനം. ഇത് വച്ചിട്ടാണ് ഈ ന്യൂമറോളജി നമ്മൾ സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്യുന്നത്.
സോ ഇനി നിങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ള ഒരു സാധനമാണ് ഞാൻ തരാൻ പോണത്. ബിക്കോസ് എല്ലാം ഒന്നും നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റില്ല അൺലെസ് യു ആർ എ പ്രൊഫഷണൽ. പ്രൊഫഷണൽസിന് ഇതെന്തായാലും ഓർത്ത് വെച്ചേ പറ്റും. ന്യൂമറോളജിസ്റ്റിന് ഇതെല്ലാം ബൈ ഹാർട്ട് ആയിരിക്കണം. പക്ഷെ അല്ല, നിങ്ങൾ സാധാരണ പോലെ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോ അച്ഛനോ അമ്മയ്ക്കോ നിങ്ങളുടെ മക്കൾക്കോ ഒക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ യു കാൺട്ട് എന്താ പറയുക, എല്ലാം കൂടി മെമ്മറൈസ് ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഈ മെറ്റീരിയൽസ് എല്ലാം തന്നെ ഓൺലൈനിൽ എല്ലായിടത്തും അവൈലബിളും ആണ് അല്ലേ. സോ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ ഇതിന് ശേഷം നിങ്ങൾ ഈ ക്ലാസ് കണ്ട ശേഷം യു ജസ്റ്റ് സ്റ്റാർട്ട് ഒബ്സർവിങ്. നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ഒന്ന് കണ്ടു നോക്കൂ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തോരം നമ്മൾ ഒരു ദിവസം നമ്പേഴ്സുമായിട്ട് ഇടപഴകുന്നുണ്ട് എന്ന്. ഓക്കെ, സോ നിങ്ങൾക്ക് ചൈൽഡ് ന്യൂമറോളജി പഠിക്കാം. നിങ്ങൾക്ക് എന്താ പറയുക, അത് പഠിക്കാനുള്ള ഒരു ഈസിയസ്റ്റ് വേ, നിങ്ങൾക്ക് പെട്ടെന്ന് ബൈ ഹാർട്ട് ചെയ്യാം. നമ്പേഴ്സ് എവിടെ കണ്ടാലും പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാനുള്ള ഏറ്റവും ഒരു ഈസി വേ ആണ് ഇങ്ങനെ. നിങ്ങൾ എന്ത് ചെയ്യുക, 1 to 8 വരെയുള്ള നമ്പേഴ്സ് എഴുതുക. സോ 1ൻ്റെ താഴെ അതിൻ്റെ വാല്യൂസ് ഉള്ള ലെറ്റേഴ്സ് ഉണ്ടാവും, 2ന് താഴെ അങ്ങനെയുണ്ട്. നോക്കൂ, അങ്ങനെ 8 വരെ ഉണ്ട്. ഞാനിവിടെ മനഃപൂർവ്വം ഒരു 9 ഇൻറ്റു ഇട്ടത്. വി ആർ ഫോളോയിങ് ചാൽഡിയൻ. സോ നിങ്ങൾക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം, ഇതുപോലെ ഒരു പ്രാവശ്യം എഴുതി വെച്ചാൽ മതി. എന്നിട്ട് യു ക്യാൻ ജസ്റ്റ് കീപ്പ് ഇറ്റ് വിത്ത് യു. എന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങൾ പെട്ടെന്ന് ഒരു 10 പ്രാവശ്യമൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൂട്ടിയൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് ബൈ ഹാർട്ട് ആവും. നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരെണ്ണം എഴുതി വെക്കുകയോ ചെയ്യാം. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. ദാറ്റ് ഈസ് എങ്ങനെ നമ്മുടെ റിയൽ ലൈഫിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്.